ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി മക്രോണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനങ്ങനെ വലിയ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എൻ്റെ മോള് യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ട് മക്രോണി കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെന്താ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇട്ടതെന്നുള്ളൂ. അപ്പോൾ ആ റെസിപ്പി നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് നോക്കാം. ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അതിലോട്ട് എത്ര അളവിലാണോ നിങ്ങൾക്ക് മക്രോണി ആവശ്യം, ഞാനിപ്പോൾ ഇവിടെ 2 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ആ മക്രോണി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിക്കുക. അപ്പോൾ അതിൻ്റെ സൈസ് ഇങ്ങനെ വലുതായിട്ട് ഒരു കുറച്ച് വലുപ്പത്തിലുള്ള ഒരു കുഴൽ ടൈപ്പിൽ ഇങ്ങോട്ട് വലുതായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഇറക്കി വയ്ക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അടുത്തായിട്ട് നമ്മളിതിൻ്റെ മസാലാസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ചധികം മല്ലിച്ചപ്പ്, അതാണ് നമുക്കിതിൽ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലോട്ട് 2 മീഡിയം ടൈപ്പിലുള്ള ഉള്ളി കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഉപ്പും ചേർത്തിട്ട് അതിൻ്റെ കളർ മാറുന്നത് വരെ വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇവണ്ണായിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പുറകിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ മെക്രോണി എന്നുള്ള സംഭവമൊക്കെ ഇപ്പോൾ അടുത്താണ് കേട്ടോ കൂടുതലായിട്ട് കേട്ട് വരുന്നത്. മോളിങ്ങനെ ഫോണിൽ ഓരോന്ന് കണ്ടിട്ട് അമ്മ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ വന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റേതായ റെസിപ്പിയാണ്. വിചാരിച്ചു ചിക്കൻ മക്രോണി ഉണ്ടാക്കിയാലോ. ഒരു വട്ടം സാധാ മക്രോണി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ചിക്കൻ മക്രോണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് മുട്ട വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. സോസൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ടി മക്രോണി ഞാൻ ഒപ്പിച്ചെടുക്കുകയാണ്. അതെന്ന് പറയാൻ നിന്നാൽ കഥ അങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലോട്ട് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് ബാക്കി ഐറ്റംസായ മസാലാസൊക്കെ ഓരോന്നോരോന്നായി ചേർത്തെടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന മസാലാസ് തന്നെയാണ്. പിന്നെ ചിക്കൻ മസാല, ഗരം മസാല ഇതും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലെ പ്രധാന നായകനായിട്ടുള്ള കോഴിമുട്ട, ഒരു 4 കോഴിമുട്ട ബീറ്റ് ചെയ്ത് ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചട്ടിയിൽ തന്നെ, വേറൊരു ചട്ടി എടുക്കണ്ടേ പാത്രം കഴുകാനൊക്കെ മടിയായതുകൊണ്ട് ഈ ചട്ടിയിൽ തന്നെ ഒരു സൈഡിലോട്ട് നീക്കിയിട്ട് ഈ കോഴിമുട്ട ഒന്ന് എന്താ പറയുക ചിക്കി പൊരിച്ചെടുക്കുക. ആ സൈഡിൽ തന്നെ കിടന്നിട്ട് കോഴിമുട്ട ഏകദേശം ചിക്കി പൊരിച്ചെടുത്താൽ പിന്നെ ഈ മസാലാസ് ഒന്നാകെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു പരുവമാക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി ഉണ്ടല്ലോ അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചെയ്യുന്ന കൂട്ടത്തിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു ഉപ്പിൻ്റെ കമ്മിയൊക്കെ വന്നെന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് ഈ ഘട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ മക്രോണിയിലോട്ട് ഈ മസാലാസൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് എന്താ പറയുക, ഒന്നും കൂടെ മസാല അങ്ങോട്ട് പിടിക്കും മക്രോണിയിലിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കി പറയില്ല, ഏട്ടനൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ പിള്ളേർക്കും ഏട്ടനും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ, ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ വിതറണം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ഇട്ടാൽ ആയിട്ടുണ്ട്. നല്ലൊരു ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.